അതൊന്നും പറ്റില്ല. നിനക്കറിയാലോ എന്നെ. ബോസ് നോക്ക്. കുറെ നാളായല്ലോ ഇവളെ കണ്ടിട്ട്. ഇവളെ കാണുമ്പോഴേ പഴയതൊക്കെ മനസ്സിലേക്ക് വരിക. അവളുടെ കെട്ടിയവൻ്റെ നിന്ന് മാത്രമാ എനിക്ക് അടി തെറ്റിയിട്ടുള്ളത്. എന്നെങ്കിലും അതിനുള്ള തിരിച്ചടി ഞാൻ കൊടുക്കും. പക്ഷെ ബോസ് പേടിച്ച് ഒതുങ്ങിയതായിരിക്കും അവളുടെ മനസ്സിൽ. ഒന്ന് മുട്ടി നോക്ക്. അവളുടെ കെട്ടുവനെ പേടിച്ച് ഒളിച്ചിരിക്കുമല്ലെന്ന് അവളെ അറിയിക്കും ബോസേ. ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞു രേവതി. ആ പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖം തന്നെ അല്ലേ? നമ്മള് കുറച്ച് നാളായി കണ്ടിട്ട്. ശരത്ത് കോളേജിലൊക്കെ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? പിന്നെ നിന്റെ സച്ചി എന്ത് പറയുന്നു? വണ്ടിന്ന് കൈയെടുത്തേ, എനിക്ക് പോണം. എന്താ ഇത്ര ധൃതി? നമുക്കേ 1-2 മിനിറ്റ് സംസാരിച്ചിട്ടൊക്കെ പോവാം. നീ സംസാരിക്കുന്ന കേൾക്കാനേ എനിക്ക് താല്പര്യമില്ല. മര്യാദയ്ക്ക് മാറി നിൽക്ക്. നിനക്ക് കേൾക്കാൻ താല്പര്യമില്ലായിരിക്കും, പക്ഷെ എനിക്കുണ്ടല്ലോ. നിന്റെ കെട്ടിയവൻ എനിക്ക് കുറേ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ അവൻ എൻ്റെ ജോലി കയറി ഇടപെട്ടു. ഒരുപാട് നഷ്ടം ഉണ്ടാക്കി. ആ നഷ്ടമൊക്കെ എങ്ങനെ നികത്തും? ആ ഒരു ആലോചനയിലാണ് ഞാനിപ്പോ. കൂടുതൽ നഷ്ടം സംഭവിക്കണമെങ്കിലേ മുന്നീന്ന് മാറിക്കോ. എന്റെ വണ്ടിന്ന് കൈയെടുക്ക. എന്താ ഭീഷണിയാണോ? അതെ. ഓ, ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ബലത്തിലായിരിക്കും നിന്റെ ഈ ധൈര്യം. ഞാൻ ധൈര്യമായിട്ട് നിൽക്കുന്നതേ മറ്റാരുടെയും ബലത്തിലല്ല, എന്റെ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാ. പേടിച്ച് തലകുനിച്ച് നിൽക്കുന്ന പെണ്ണല്ല ഞാൻ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ കരുതി കൂട്ടി പ്രശ്നം ഉണ്ടാക്കാൻ വന്നയാണെന്ന് എനിക്ക് മനസ്സിലായി. എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ നീ? കൈ എടുക്കടാ. താക്കോലോട് വയ്ക്ക. നീ എന്നെ തല്ലിയല്ലേ? അതേടാ, തോന്നിയാസം കാണിച്ചാലേ ഇനിയും തല്ലും. ബോസേ അവിടെ വിടരുത്. എന്റെ വണ്ടി തൊട്ട് കളിക്കുന്നോ? നീ എന്നെ പിന്നെയും തല്ലിയല്ലേ? നിന്നെ ഞാൻ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ